എടാ ഇവൻ പ്രായം കൊണ്ട് മാത്രമല്ല നീ ഔട്ടായത്. നിനക്ക് ഔട്ടായത് നീ കളിക്കാൻ അറിയത്തില്ലാത്തോണ്ടാ. എനിക്ക് കളിക്കരുത് മാത്രം പറയരുത്. എനിക്ക് തോന്നുന്നതേ അവന്മാരെ ബാറ്റും ബോളും കൊള്ളില്ല. അയ്യോ അങ്ങനെയല്ല, നിന്റെ ബാറ്റിൽ ബോൾ കൊള്ളില്ല. അങ്ങനെ പറയല്ലേ. എന്നാലേ ശരി, ബാറ്റിംഗിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ ബോളിംഗിൽ പിടിക്കത്തുള്ളൂ, എറിയത്തില്ലേ? നിങ്ങൾ എന്തെങ്കിലും പറയണത്? ഞാനല്ല പറഞ്ഞത്, ഞാൻ ബോളിംഗ് ചെയ്ത് അവന്മാരെ പിടിച്ചു കെട്ടും. എന്റെ പൊന്നനിയ, നീ ബോളിംഗ് മാത്രം ചെയ്യരുതേ. നീ ബോൾ അറിയാൻ നിൽക്കുമ്പോ ആ അമ്പയർ ഷാർഖാന്റെ ഫിഗറിട്ട് അവിടെ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. കുറച്ച് വാടിയായിരിക്കും, അതാണ് ഇങ്ങനെ പറയുന്നത്. അത് ഇവിടെ നിന്നല്ല, അവിടെ നിന്നാ. എന്റെ പൊണ്ണ് കേട്ടാ, ബാറ്റിംഗും ബോളിംഗും കോളാക്കും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഫീൽഡിംഗ് ഉണ്ടല്ല, ഞാനെ പിടിച്ചു തരും. ആര് പിടിക്കും? ഞാൻ പിടിക്കും. ഇവൻ കുറെ പിടിക്കും. എടാ നീ കഴിഞ്ഞ സുമേഷ് അടിച്ചു വിട്ട ബോളിന്റെ പുറകെ ഓടിയായിരുന്നോ? ഞാൻ ഓടിയായിരുന്നു. ആ ഗ്യാപ്പിൽ അമ്മ 80 റൺസ് ഓടിയിട്ടു. എന്നിട്ട് ഓടി തന്ന സുമേഷ് എനിക്ക് കൊണ്ട് തന്നു പന്ത്. നീ ഒരു കാര്യം ചെയ്യും, പന്ത് വരാത്ത ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിൽക്കും. പോ എന്റെ കൺമുന്നിൽ കാണും. പോ അടുത്ത കളി ഞാൻ 6 ബോൾ 6 സിക്സ് അടിച്ചിരിക്കും. അല്ല, ഷുക്കൂർ സിക്സ് അടിച്ചേ. സിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ സഞ്ജു അടിച്ചൊരു സിക്സ്. അയ്യോ, എന്നാ അവന് സിക്സ് അറിയാമോ? അത് ഗംഭീരല്ല സഞ്ജു. എങ്ങനെ പോയാലും അത് ഒരു 100 മീറ്റർ വരും, ഉറപ്പാണ്. എടാ ഇതൊക്കെ എന്ത്? ഞാനും അടിക്കും. നാസിക് ഡോള അല്ലടാ, അപ്പൊ പുളുവായിരിക്കും. പുളു എന്താണത്? അങ്ങനെ ഇതൊക്കെ പറ്റുള്ളൂ, എനിക്കറിയാം. കൂടുതൽ കളിയാക്കല്ലോ. ഞാനും സഞ്ജു ഒക്കെ ഒരുമിച്ച് പഠിച്ചതാ കേട്ടോ. അത് നീ ഓർമ്മ വേണം. അത് വന്നിട്ട് നീ എന്നെ കളിയാക്കുന്നത് കേട്ടാ. അതൊക്കെ ശരിയായിരിക്കും, നിങ്ങൾ സഞ്ജു ഒരുമിച്ച് പഠിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ സഞ്ജുവിനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടെത്തിർന്ന് കളിച്ചിട്ട് ഒരു ഉപയോഗമില്ല. നമ്മള് നേരെ ടർഫിലോട്ട് പോകണം, പൈസ എറിയണം. ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ ഇതിനോട് യോജിക്കണം കേട്ടാ. നീ യോജിക്കുന്നുണ്ടാ? എടാ അങ്ങനെയാണല്ലേ, ഇന്നലെ മേടിച്ച പന്തിന്റെ 20 രൂപ തന്നടാ. എന്റെ ഇല്ല. നീ തന്നടാ? എന്റെ പണ്ടേ ഇല്ലല്ലോ. എവിടെ പോണെന്നാ പറഞ്ഞു? ഇനി ആ ടഫ് വാക്കി ഇവിടെ കളിക്കണം, പൈസ ഇല്ല, മുട്ടുപൊക്കോ നീക്ക. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ എന്ന് നമ്മളെ ടീമിൽ വന്നോ അന്നോട്ട് നമ്മുടെ ടീം അതർവൈസ് തുടങ്ങി. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം? നിങ്ങൾ ബാറ്റ് അറിഞ്ഞൂടാ, ബോൾ അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ചക്ക, നീ കുറെ നേരം എന്റെ ഈ പാവം ക്യാപ്റ്റനെ പറ്റി കുറ്റം പറയണോണ്ടാ. ഇത് മാറി ഇങ്ങോട്ട്. എന്റെ ക്യാപ്റ്റല്ലേ സ്റ്റിച്ച് ബോളിൽ കളിച്ചു പഠിച്ച സ്റ്റിച്ച് ബോളില്. ഞാൻ പോടെ ഐസ്ക്രീം പറ്റി മാത്രമേ കളിച്ചിട്ടുള്ളൂ. നിന്റെ വായിക്കാത്ത നീ മിണ്ടായിരിക്കും. ആവശ്യമില്ലാത്ത ഡയലോഗ് പറഞ്ഞിട്ട് ഇനി അവന്റെ വായിക്കുന്നത് ഞാൻ കേൾക്കണം. ഈ ടീമിൽ കളിച്ചിട്ട് എനിക്ക് ഒരു നേട്ടവും ഇല്ല. അതെനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇവിടെ നാട് വിട്ട് പോയി വേറെ നല്ല ടീമിൽ കയറി കളിക്കും, ഉറപ്പാണ്. എടാ നിനക്ക് നാട് വിട്ടു പോകാൻ പറ്റത്തില്ല. എവന് നാട് വിട്ടു പോകാൻ പറ്റും? അങ്ങനെ? കാരണം ഇവന്റെ പേര് ഉണ്ണി എന്നാണ്. നീ കേട്ടില്ലേ? നാട് വിട്ടു പോകുന്ന എല്ലാ മണ്ടന്മാരുടെ പേര് ഉണ്ണി. അതുകൊണ്ട് നീ പോടാ, നാട് വിട്ടു പോ. അവൻ പോയി എന്ത് കാര്യം? അവന് കളിക്കാറുണ്ടല്ലോ. അയ്യോ അത് ഞാൻ പറഞ്ഞല്ലോ. ബാറ്ററിയില്ല. നീ പോയിട്ടൊരു കാര്യമില്ല, നിനക്ക് കളിക്കാൻ അറിയത്തില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കളിക്കാറത് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളില്ലാണ്ടാ. നിങ്ങൾക്കറിയോ, സഞ്ജുവിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ച് വന്നിട്ടാണ് അദ്ദേഹം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്കും അച്ഛൻ ജോലി രാജിവെക്കൂല, സപ്പോർട്ടും ഇല്ല. രാജിവെക്കണമെങ്കിൽ ആദ്യം പുള്ളി വല്ലതും ജോലിക്ക് പോണം. കള്ളച്ചോറിനൊരു തന്തേനെ പോനെ ഞാൻ കണ്ടിട്ടില്ല. നീ വീട്ടിൽ പോയി നോക്കിയാൽ മതി, അവിടെ കാണും ഒരുത്തൻ. എന്റെ അച്ഛനെ വിളിച്ചോ, അത് ഞാൻ ക്ഷമിക്കും, എന്ന് ഞാൻ ക്ഷമിക്കും. പക്ഷേ എനിക്ക് സഞ്ജുവിനെ പോലെ ആവണം, അതിന് നിങ്ങൾ സഹായിക്കണം. അതിന് ഞാൻ എങ്ങനെ സഹായിക്കണം? എടാ 6 കാല് പിടിച്ചൊന്ന് നീ എന്റെ ടീമിൽ കയറണ്ട, വേണ തന്നെ കഷ്ടപ്പെട്ട് കയറിക്കോ. എനിക്ക് മുമ്പേ സംശയമുണ്ട് ഇങ്ങനെ കഥയൊക്കെ പുളുവാണെന്ന്. നിങ്ങൾക്ക് സഞ്ജുവിനെ എങ്ങനെ പരിചയം? കോളേജ് വെച്ചാണ്? ഇല്ല, ഞാനും അവന് ഒരുമിച്ച് പഠിച്ചാണല്ലോ. അപ്പൊ കോളേജ് വെച്ചാൽ പഠിച്ചത്? അല്ല. പിന്നെ സ്കൂളിലാ? അല്ല. അങ്ങനെ പഠിച്ചു പഠിച്ച? എടാ അതായത് സംഭവം എന്ന് വെച്ചാല്, എടാ നമ്മളെല്ലാരും സാധാരണ എത്ര മണിക്കാണ് വൈകിട്ട് പഠിക്കാതിരിക്കുന്നത്? വൈകിട്ടൊരു 7 മണിക്ക്. അങ്ങനെ സഞ്ജു 7 മണിക്ക് സഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു, ഞാൻ 7 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ ഞാനും അവന് ഒരുമിച്ച് പഠിച്ചില്ലേ? മനസ്സിലായില്ല അത് എങ്ങനെ? അങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരുമിച്ച് പഠിച്ചില്ലേ? നമ്മളെല്ലാം we are classmates. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഉടായ്പാണ്, ഇങ്ങനെ കൂടെ നിൽക്കണമെന്ന്. എടാ ഇങ്ങനെ കൂടെ നിന്നാ നമ്മൾ ഇനി നശിക്കത്തേ ഉള്ളൂ. സത്യം. ഒരു വഴിയുടെ ഇങ്ങോട്ട് വാ, പറയടാ. നീ ഇങ്ങനെ ആരക്ക് മാറിയില്ല ഇങ്ങോട്ട്. എടാ
ഇന്നത്തെ നമ്മളെ കളി കാണാൻ വേണ്ടി സഞ്ജുവിന്റെ കോച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണെ പുള്ളി നാട് വിട്ട് പോയി കാണും. നമ്മുടെ കളിയല്ലേ കണ്ടേ, പുള്ളിക്ക് തലപ്രാന്ത് മറിയാൻ വേണമെന്ന് വെച്ചാലേ പോ മാറി അങ്ങോട്ട്. നീ പറടാ. ആ പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് സഞ്ജു കയറി വന്നതെന്ന്. അപ്പൊ പുള്ളിയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് പറഞ്ഞു തരത്തില്ലേ? യെസ്, പുള്ളിയുടെ കോച്ച് കിട്ടി നമ്മൾ ആരും രക്ഷപ്പെടും സഞ്ജു. ഓക്കെ, അപ്പൊ നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ക്യാപ്റ്റൻ ഞാനല്ലേ, ഞാൻ ചോദിച്ചോളാം. സഞ്ജുവിനോട് പഠിച്ചാണ്, ഞാൻ ചോദിക്കാം. ഇയാൾ ഈ സാധനം നശിപ്പിക്കും ഉറപ്പാണ്. അതെ കൊച്ചേട്ടാ, കൊച്ചേട്ടാ, എന്റെ പിള്ളേർക്കൊക്കെ സഞ്ജുവിനെ പോലെ ആണെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഈ സഞ്ജു ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിയതിന്റെ കാരണം എന്താ? സഞ്ജു ഇത്രയും വലിയ ലെവലിലെത്തിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും അതിലുപരി അദ്ദേഹത്തിലുള്ള സെൽഫ് ബിലീവാണ്, അദ്ദേഹത്തിലുള്ള കഴിവിനെ അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഉയരങ്ങൾ അദ്ദേഹം എത്തിയത്. ഓക്കെ, താങ്ക് യു. വാ വീട്ടിൽ പോവാം, കളിയൊക്കെ ഈ പറഞ്ഞ സാധനം ഒന്നും നമുക്കില്ല. പിന്നെ നമ്മൾ എന്നാ കാത്താൻ നമ്മളങ്ങനെ പോയി എങ്ങനെ ശരിയാവുക? അതും ശരിയാണല്ലോ. എടാ അങ്ങനെയാണെ എന്റെ ഒരു ഐഡിയ ഉണ്ട്, നീയൊക്കെ കയറി പിടിക്കുവോ? പിന്നെന്താ, പിടിക്കുമല്ലോ. സഞ്ജു സഞ്ജു, എടാ കൈയടിക്കടാ. ക്ലൈമാക്സ് ആയി, കൈ അടിച്ചു. സഞ്ജു 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 ചേട്ടാ ചേട്ടാ വാടാ. ഒരു മാച്ച് കണ്ട പോലെ ഉണ്ടെന്നാണോ പറയാൻ വരുന്നത്? മാച്ചല്ല, നമ്മളൊക്കെ ഒരു 10-15 വർഷം, 15 അതിനപ്പുറം പുറകോട്ട് പോയി. 30-40 വർഷം ബാക്ക് അല്ലേ? 40 വർഷം നീ പോയി. ഞാനൊരു 10-15 വർഷം ഒക്കെ പുറകോട്ട് പോയി. 15 അല്ല 20 വർഷം. നമ്മൾ ഇതേപോലെ വാഴപ്പോളൊക്കെ വെച്ച് കെട്ടി പേടൊക്കെ വെച്ച് തുടങ്ങുന്നത് പണ്ട്. ഇങ്ങനെയോ? എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കിറ്റ് വളരെയധികം കണക്റ്റഡ് ആയത് അവർക്കായിരിക്കും അല്ലേ? സോറൊക്കെ ഇരുന്ന് ഭയങ്കര സാറൊക്കെ ചിരിക്കുമായിരുന്നു ഓരോ കാര്യം കേൾക്കുമ്പോഴും. പക്ഷെ ഞാൻ റിജു ചേട്ടനിലേക്ക് പോട്ടെ. കാരണം റിജു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം സഞ്ജു ചേട്ടന് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജു ചേട്ടൻ ഇത്രയും ഭക്ഷണങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറയാമോ? അത് ഞാൻ ജോലി ചെയ്യുന്നത് സംസം റെസ്റ്റോറൻറ്റിലാണ്, പാളയം. അപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് വരുന്ന സമയങ്ങളിൽ, പ്രാക്ടീസിന് പോയിട്ട് വരുന്ന സമയങ്ങളിൽ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അന്ന് കണ്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലാതെ നമ്മുടെ ഓണറുമായിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളി പുതിയ പുതിയ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുള്ളി വന്ന് കഴിക്കലുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇപ്പോഴും നല്ല രീതി തന്നെയാണ് ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. തിരിച്ച് നമ്മൾ നമ്മുടെ സ്കിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? ചേച്ചി പൈസ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ? പിന്നെ റെഡിയാണെങ്കിൽ നോക്കിയാലോ? യെസ് ഗൈസ്, അല്പം ടെൻഷനോടെ നമുക്ക് നോക്കാം. കരനിറയെ പണം മുഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ കരനിറയെ പണം മുഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ഞാൻ ചെറിനോട് ചോദിച്ചു ആരും ഇല്ലാണ്ടായി പോയോ? അപ്പൊ ചെറിയ വിചാരിച്ചു ഞാൻ റെഡി. ഗുഡ് ജോബ് ഗുഡ് ജോബ് ഗുഡ് ജോബ്. ഓ, ഞങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഫൈനലി സഞ്ജു ഒരു സെഞ്ചുറി അടിച്ചൊരു സന്തോഷം. കറക്റ്റ്, വെരി ട്രൂ. യെസ് ശ്വേത ചേച്ചി, ചൂടോടെ 50,000 രൂപ. എന്നിട്ട് അറിയാലോ, നേരെ പാളയത്തുക, റീചേട്ടനെ കാണാൻ ശവായി അടിക്കുക. തീർച്ചയായിട്ടും. ശരി.